2015 രാജ്യം ബജാജ് സ്റ്റാർട്ട് ചെയ്തൊരു ഫിൻടെക് കമ്പനിയായിരുന്നു സ്ലൈസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്രെഡിറ്റ് ലൈൻ സർവീസ് നൽകിക്കൊണ്ടായിരുന്നു തുടങ്ങിയത്. പിന്നീട് RBIയുടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവർക്ക് അവരുടെ സർവീസിൽ കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിലാണ് സ്ലൈസ് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് മെർജ് ആയത്. നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 2017 സ്റ്റാർട്ട് ചെയ്തൊരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ആസാമിലെ ഗുവാഹത്തിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. അങ്ങനെ സ്ലൈസും നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ മെർജ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ അവരുടെ സർവീസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈടൊക്കെ വന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് അവർ റീബ്രാൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അവരുടെ പേര് സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന രീതിയിൽ മാറ്റുവാൻ പോകുന്നു എന്നുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതേപോലെ തന്നെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫിൻടെക് മേഖലയിൽ തന്നെയാണ്. സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്, പിന്നെ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ, പിന്നെ ക്രെഡിറ്റ് ലൈൻ, പിന്നെ UPI റിലേറ്റഡ് സേവനങ്ങൾ, അങ്ങനെയുള്ള സർവീസുകളിലാണ് സ്ലൈസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് വാർത്തകളിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചത്. നമുക്കിപ്പോൾ നിലവിൽ സ്ലൈസ് ഒരു UPI പേയ്മെന്റ് പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ പോലെ തന്നെ നമുക്ക് നമ്മളുടെ മറ്റു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് സ്ലൈസ് ഉപയോഗിച്ച് മർച്ചന്റ് UPI പേയ്മെന്റും അതുപോലെ തന്നെ P2P പേയ്മെന്റ് ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. ചെറിയ രീതിയിലുള്ള റിവാർഡ് ബെനിഫിറ്റ് ഒക്കെ സ്ലൈസ് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയ രീതിയിലുള്ള ക്യാഷ് ബാക്ക് ഒക്കെ ഓരോ പേയ്മെന്റിനും സ്ലൈസ് നൽകുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ നിലവിൽ പുതിയ വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലൈസിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് അവർ ഓഫർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞ രീതിയിൽ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് അവർ മെർജ് ആയി. സോ അവർക്ക് ഇനി മുതൽ ഈ പറഞ്ഞ രീതിയിൽ സേവിങ്സ് അക്കൗണ്ട് സർവീസും കാര്യങ്ങളൊക്കെ നൽകുവാനായിട്ട് സാധിക്കും. സോ ഇപ്പോൾ നിലവിലൊരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് സ്ലൈസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ഒരു സ്ലൈസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അവരുടെ വെബ്സൈറ്റ് നോക്കുവാൻ നേരത്തെ ഓരോ ദിവസവും സ്ലൈസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ തന്നെ ഏകദേശം 1 മില്യണിലധികം ആളുകൾ സ്ലൈസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. സോ പലരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫീച്ചേഴ്സുകൾ, അതിലുപരി അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ, പിന്നെ വരുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായും കാണുക. നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്, അല്ലാതെ ഒരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് റിസ്ക് ഫാക്ടേഴ്സ്. സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ എന്ന് ആരോടും പറയുന്നില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക. ആദ്യം നമുക്കൊരു സ്ലൈസ് പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ നമുക്ക് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഉപയോഗിച്ച് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ മറ്റു ബാങ്ക് അക്കൗണ്ടുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് UPI പേയ്മെന്റ് ചെയ്യാം. പേഴ്സൺ ടു പേഴ്സൺ പേയ്മെന്റ് ചെയ്യാം. അതുപോലെ തന്നെ മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാം. നമുക്ക് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ക്യാഷ് ബാക്ക് ഒക്കെ സ്ലൈസ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ബിൽ പേയ്മെന്റ് സംവിധാനമാണ്. നമുക്ക് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട്. സോ നമുക്ക് റീചാർജ് ചെയ്യാം, DTH റീചാർജ് ചെയ്യാം, മൊബൈൽ റീചാർജ് ചെയ്യാം, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ബിൽ പേയ്മെന്റുകൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഫെസിലിറ്റി ക്രെഡിറ്റ് ലൈനാണ്. അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ക്രെഡിറ്റ് ലൈൻ ഫെസിലിറ്റി ഒന്നും എടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ വരുന്നത് ഇപ്പോൾ പുതിയതായിട്ട് അവർ കൊണ്ടുവന്ന സേവിങ്സ് അക്കൗണ്ട് ആണ്. സേവിങ്സ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ്. സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് വിർച്വൽ ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. വിർച്വൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല, പക്ഷെ അത് ഉറപ്പായിട്ടും വരും. ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് ആയിട്ട് പറയുന്നത് 299 GST ആണ്. റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു അക്കൗണ്ടിന്റെ കീ ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ സാധാരണ ബാങ്കുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് RBI റിപ്പോ റേറ്റിന്റെ ഏകദേശം 0.5% ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു സ്ലൈസിലെ സേവിങ്സ് അക്കൗണ്ട് RBI റിപ്പോ റേറ്റ് എത്രയാണോ ആ ഒരു സെയിം റേറ്റിൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ടിന് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അവർ ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആനുവലി 6.25% ആണ്. സാധാരണ ബാങ്കുകളിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ക്വാർട്ടർലി ബേസിലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ സ്ലൈസ് അക്കൗണ്ടിൽ നമുക്ക് ഡെയിലി ബേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതും ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. പിന്നെ നമുക്ക് സ്ലൈസ് വഴി തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ഓഫർ ചെയ്യുന്നത് ആനുവലി 9% ആണ്. പക്ഷേ പേഴ്സണലി ഞാൻ ഇങ്ങനെ ഈ ഒരു ആപ്പ് വഴിയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും സജസ്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ റീസൺ ഞാൻ പിന്നാലെ പറയാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പേയ്മെന്റ് മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് UPI പേയ്മെന്റ് മെത്തേഡ് മാത്രമാണ്. UPI വഴി നമുക്ക് P2P പേയ്മെന്റ് ചെയ്യാം, അതുപോലെ തന്നെ മർച്ചന്റ് പേയ്മെന്റ് ചെയ്യാം. IMPS, NEFT, RTGS പോലുള്ള പേയ്മെന്റ് ഓപ്ഷനൊന്നും നിലവിൽ നമുക്ക് ഈ ഒരു സ്ലൈസ് ആപ്പിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഉപയോഗിച്ചത് iOS ആപ്പാണ്. ഇനി ആൻഡ്രോയിഡിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. നിലവിൽ
നിലവിൽ iOS എന്തായാലും അങ്ങനെയുള്ള പേയ്മെന്റ് മെത്തേഡ് ഒന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് പേയ്മെന്റ് ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് ഓഫ്ലൈൻ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനും സാധിക്കും. പിന്നെയുള്ള പേയ്മെന്റ് മെത്തേഡ് UPI മാത്രമാണ്. മറ്റു പേയ്മെന്റ് മെത്തേഡ് ഓപ്ഷൻ ഒന്നും നിലവിൽ ലഭ്യമല്ല. പിന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുവാൻ നേരത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നത് ബാംഗ്ലൂർ കൊരമംഗലയിലുള്ള നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ബ്രാഞ്ചിലായിരിക്കും. അവിടുത്തെ IFSC ആണ് കിട്ടുന്നത്. നമുക്ക് അക്കൗണ്ട് നമ്പർ കിട്ടും, IFSC കിട്ടും, കസ്റ്റമർ ID കിട്ടും. പിന്നെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ഈ ഒരു കസ്റ്റമർ ID ഉപയോഗിച്ച് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് നോക്കി, അത് നടന്നില്ല. ഞാൻ ഈ ഒരു സ്ലൈസ് അക്കൗണ്ട് ഉപയോഗിച്ച് കുറച്ച് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് UPI പിൻ ഒന്നും അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. സ്ലൈസ് അക്കൗണ്ട് ആണെങ്കിൽ ജസ്റ്റ് നമ്മളുടെ ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഓപ്ഷൻ അത് വെച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഒരു സ്ലൈസ് അക്കൗണ്ടിന്റെ കീ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇത് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം, ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ KYC ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അക്കൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ റെഫറൽ ലിങ്ക് ആണ്. ആ ഒരു ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു അപ് ടു 500 രൂപ വരെ എൻ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കും അപ് ടു 500 രൂപ വരെ ലഭിച്ചേക്കാം. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെയാണ് അവരുടെ റെഫറൽ പ്രോഗ്രാമിൽ കാണാൻ വേണ്ടി സാധിച്ചത്. സോ താല്പര്യമുള്ളവർക്ക് ആ ഒരു ലിങ്ക് പരിഗണിക്കാം. ജസ്റ്റ് ആ ലിങ്ക് വഴി സ്ലൈസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്യണമെന്നില്ല. ജസ്റ്റ് മറ്റു ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു UPI പേയ്മെന്റ് ചെയ്താൽ മതിയാകും. അങ്ങനെയാണ് അവർ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ആയിട്ടൊന്നും ഈ ഒരു സ്ലൈസ് ബാങ്ക് അക്കൗണ്ടിനെ കാണരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് ഒന്നും നമുക്ക് തൊട്ടടുത്തൊന്നും അവൈലബിൾ അല്ല. ഞാൻ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിൽ ഇതുവരെ കേരളത്തിൽ എവിടെയും നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിന് ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് ഓൺലൈൻ സപ്പോർട്ട് മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. പിന്നെ അക്കൗണ്ട് ഫ്രീസ് ആകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് നമുക്ക് മുൻനിരയിലുള്ള ഒരു ടോപ്പ് ബാങ്ക് തന്നെ ചൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിൽ ഡെയിലി ബേസിൽ ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അത് സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിലും ഉയർന്ന പലിശയാണ്. ഇനിയിപ്പോൾ ഡെപ്പോസിറ്റ് ആണെങ്കിലും അത്യാവശ്യം ഉയർന്ന പലിശ ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലിശ കണ്ട് ഈ ഒരു സ്ലൈസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ വലിയ എമൗണ്ട് ഇടാൻ പോകുന്നവരോട് പറയാനുള്ളത് റിസ്ക് ആണ്. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യുക. കാരണം ഒരിക്കലും പേഴ്സണലി ഞാൻ അങ്ങനെയുള്ള പർപ്പസിനൊന്നും ഈ ഒരു ഇത്തരത്തിലുള്ള ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മളുടെ ഫണ്ട് അവിടെ ബ്ലോക്ക് ആയി പോകും. അതേസമയം നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് ബ്രാഞ്ചുള്ള ഒരു മുൻനിര ബാങ്ക് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ബ്രാഞ്ചിൽ പോകുവാനെങ്കിലും സാധിക്കും. പിന്നെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ പറ്റി നോക്കിയ സമയത്ത് അത്ര സ്ട്രോങ് ബാങ്കായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. സോ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ആയിട്ടൊന്നും ഓപ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വലിയ എമൗണ്ട് ഒന്നും സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിലും FD അക്കൗണ്ട് ആണെങ്കിലും ഇടാതിരിക്കുക. FD ഒന്നും ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ഈ ഒരു സ്ലൈസ് അക്കൗണ്ട് ആർക്കാണ് യോജിച്ചത്? നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ UPI പേയ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ ആ രീതിയിൽ കൺസിഡർ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് UPI പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. UPI പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് UPI പിന്നൊന്നും വേണ്ടി വരില്ല. ജസ്റ്റ് ഫേസ് ID ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ രീതിയിൽ ചെറിയ എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതും വലിയ എമൗണ്ട് ഒന്നും അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത് എന്ന് വെച്ചാൽ അക്കൗണ്ട് ക്ലോഷറിന്റെ കാര്യത്തിലാണ്. എങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ല. അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കിട്ടുമെന്നാണ്. ആപ്പിലൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ല. ഇനി ഒരു സ്ലൈസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ നോക്കാം. ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരു സ്ലൈസ് ആപ്പ് വിശദമായിട്ട് പരിചയപ്പെടാം. ഇതാണ് സ്ലൈസ് ആപ്പിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. അവരുടെ ലോഗോയുടെ ഒരു കളറാണ് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടോപ്പിലായിട്ട് ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈസ് അക്കൗണ്ടിലെ ബാലൻസ്, അതുപോലെ തന്നെ നമ്മൾ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബാലൻസ് നമുക്ക് UPI പിൻ അടിച്ച് നമുക്ക് അറിയാനായി കഴിയും. പിന്നെ എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതാണ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ താഴെയായിട്ട് റിക്വസ്റ്റ് ആണോ അല്ലെങ്കിൽ പേ ആണോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായി കഴിയുക. പിന്നെ അതിന് താഴെ നമുക്ക് UPI ഹാൻഡിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് മൊബൈൽ നമ്പർ അല്ല, നമുക്ക് കസ്റ്റം ക്യാരക്ടർ ഹാൻഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. @SLC എന്നാണ് UPI ഹാൻഡിൽ വരുന്നത്. പിന്നെ സ്കാൻ ആൻഡ് പേ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സ്കാനറിൻ്റെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കാനർ ഓപ്ഷൻ വരും. നമുക്ക് അങ്ങനെ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ താഴെയായിട്ടാണ് ഇതിൻ്റെ മറ്റു ഓരോ കാറ്റഗറികൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ്
സ്വൈപ്പ് ചെയ്ത് ഓരോ ഓപ്ഷനിലേക്ക് പോകാം. ഏറ്റവും മറ്റൊരു ഓപ്ഷനാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നടത്തിയ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഒരു ആക്ടിവിറ്റി ഓപ്ഷനിൽ കാണാം. നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക്, അതുപോലെ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനൊക്കെ കാണാം. ഇപ്പോൾ ഇവിടെ ആദ്യം നടത്തിയ എല്ലാ ട്രാൻസാക്ഷനും ഒരു 2 രൂപ, 5 രൂപ, 2 രൂപ എന്ന രീതിയിലൊക്കെ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 9 രൂപ, അങ്ങനെ ഓരോ പേയ്മെൻറ്റിനും അത്യാവശ്യം ചെറിയ ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടിയിരുന്നു. അതിനുശേഷം ലാസ്റ്റ് നടത്തിയ പേയ്മെൻറ്റിനൊന്നും എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായി കഴിയും. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് പിന്നെയും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരും. ഇത് സ്ലൈസ് ബോറോ എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് ലൈൻ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതൊന്നും എടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്, അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ ഒരു എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമുക്ക് നമ്മളുടെ ക്യാഷ് ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നേരത്തെ ഇവിടെ പ്ലേ ആൻഡ് വിൻ എന്ന് പറഞ്ഞൊരു സാധനം വരും, ഒരു ഫയർ എന്ന് പറഞ്ഞ്. അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് ചെറിയ രീതിയിലൊരു ഗെയിം പോലെയാണ്, അത് പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഓരോ മാസത്തെയും സ്പെൻഡിങ് നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഓവർവ്യൂ വരും. ഏതൊക്കെ കാറ്റഗറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കാറ്റഗറി വൈസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് അറിയാനായി കഴിയും. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ ബിൽ പേയ്മെൻറ്റ് ഓപ്ഷനാണ്. നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മൊബൈൽ റീചാർജ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ സിലിണ്ടർ ബുക്കിംഗ്, അതുപോലെ തന്നെ ഹൗസിംഗ് സൊസൈറ്റി പേയ്മെൻറ്റ്, DTH റീചാർജ്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ബിൽ പേയ്മെൻറ്റ് ആൻഡ് റീചാർജ് ഓപ്ഷനാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ UPI വഴി എന്തെങ്കിലും ഓട്ടോ പേ ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓട്ടോ പേൻ്റെ മാനേജ്മെൻറ്റാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ഇൻവൈറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ലെഫ്റ്റിലേക്ക് പിന്നെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ സ്ലൈസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷനും വരുന്നത്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളുടെ സ്ലൈസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് RBI റിപ്പോ റേറ്റ് അനുസരിച്ചുള്ള പലിശ നമുക്ക് കിട്ടും. അത് ഡെയിലി നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ ആഡ് മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് മണി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളുടെ മറ്റു ബാങ്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു സ്ലൈസ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യാം. താഴെ നമുക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ നമ്മളുടെ IFSC കസ്റ്റമർ ഐഡിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനിയിപ്പോൾ കാർഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാർഡ് നമ്പർ, CVV അങ്ങനെയുള്ള കാർഡ് ഇൻഫർമേഷൻ കിട്ടും. പിന്നെ UPI ഹാൻഡിൽ. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പാസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അറിയാം. പിന്നെ ഇമെയിലായിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ കുറച്ച് ഫണ്ട് ഇതിൻ്റെ അതിൽ ലോഡ് ചെയ്തിരുന്നു ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. സോ ആ ദിവസത്തേക്ക് ഇൻട്രസ്റ്റ് ഇപ്പോൾ 1 രൂപ 70 പൈസ അങ്ങനെ ആ ദിവസത്തെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഡെയിലി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്, അതുപോലെ തന്നെ നോമിനി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാം. പിന്നെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സെക്ഷനാണിത്. FD ഇട്ട് കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്ന സെക്ഷനാണിത്. അപ് ടു 9% ഇൻട്രസ്റ്റ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. പല ടൈമിലേക്കുള്ള ഒരു FDകൾ നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ FD ഒന്നും ഓപ്റ്റ് ചെയ്യാതിരിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സോ ഇതാണ് സ്ലൈസ് ആപ്പിൻ്റെ UI. താഴെ ഇങ്ങോട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഓരോരോ ഓപ്ഷനിലേക്ക് മാറാം. ഇതൊക്കെയാണ് ഒരു സ്ലൈസ് അക്കൗണ്ടിനെ പറ്റിയും സ്ലൈസ് ആപ്പിനെ പറ്റിയുമുള്ള വിശദാംശങ്ങൾ. ഈ ഒരു സ്ലൈസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി